ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് 8ാം ക്ലാസ്സിലെ അറബി പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു പാരഗ്രാഫ് തരും, എന്നിട്ട് നമ്മളോട് പറയും അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം. നിങ്ങൾ ആ പാരഗ്രാഫ് ഒരു ബോയിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ മുഹമ്മദിനെ കുറിച്ചിട്ടാണ്, സാലിമിനെ കുറിച്ചാണ്, നിങ്ങളതിനെ ഫാത്തിമയാക്കി മാറ്റി എഴുതുക. എന്ന് വെച്ചാൽ ഒരു പാരഗ്രാഫ് ഒരു ആണിനെ കുറിച്ച് ഒരു പുരുഷനെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ സ്ത്രീ ആക്കി മാറ്റി എഴുതാൻ പറയും. ഇങ്ങനെ സ്ത്രീയെക്കുറിച്ചൊരു പാരഗ്രാഫ് തന്നിട്ട് നമ്മളത് പുരുഷനാക്കി മാറ്റി എഴുതാൻ പറയും. ഓക്കെ, ഇങ്ങനെ മാറ്റി എഴുതാൻ പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വലിയ മീനിങ്ങും ഗ്രാമറൊന്നും അറിയില്ലെങ്കിലും എങ്ങനെ അതൊക്കെ മാറ്റി എഴുതാം എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. റെഡി ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ സ്ത്രീയെ പുരുഷനാക്കി മാറ്റുന്ന സമയത്ത് അല്ലേ, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്ത്രീ, പുരുഷൻ അല്ലേ, മെയില് ഫീമെയില്, ഇങ്ങനെ ആക്കി മാറ്റുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ ഒന്നാമത് നോക്കുന്നത്. ഒന്നാമത്, സ്ത്രീകളിൽ എപ്പോഴും ഈ സ്ത്രീയെക്കുറിച്ച് പറയണത് അല്ലെ, ഗേളിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് നിന്നുണ്ടാവും ഇങ്ങനത്തെ ഒരു ഉണ്ടാകും അല്ലെ, ഉണ്ടാകും. എന്നാൽ പുരുഷനിൽ എന്തുണ്ടാവില്ല, പുരുഷനിൽ ഈ ഉണ്ടാകില്ല. ഓക്കെ, നോക്കാം നമുക്ക്. പിന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടോ? എല്ലാ സ്ഥലത്തും ഇല്ല. ഇപ്പോൾ ഈ പാരാഫിൽ തന്നെ നമുക്ക് ഇവിടെ ഉസ്രത്ത് എന്ന് പറയുന്നത് ഉണ്ടാവും, ഫക്കീറത്ത്, അങ്ങനെ പല സ്ഥലത്തും കറിയത്ത്, മദർസൊക്കെ ഉണ്ടാവും. ആ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെയാണ് അവരുടെ തുടക്കത്തിൽ അവരുടെ പേര് പറയുന്നിടത്തോ ആ പേരിനോട് ചേർത്ത് പറഞ്ഞ സ്ഥലത്തോ എന്ത് ചെയ്താൽ മതി, അവിടെ മാത്രം നമ്മൾ കാര്യമായി ശ്രദ്ധിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഇതിൽ ആരെ കുറിച്ചിട്ടാണ് പാരാഫ് പറയുന്നത്, അവരെ കുറിച്ച് പറയുന്നിടത്ത്. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബാസിമയാണ്, ബാസിമയെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫാണ്. ബാസിമത്ത് പേര് തന്നെ അവിടെ ഉണ്ട് അല്ലെ. ഓക്കെ, ഇനിയോ അവിടെ അവർ വിദ്യാർത്ഥിനിയാണ്, അപ്പൊ അതിനോട് ചേർത്ത് പറഞ്ഞ വാക്കിനെന്തുണ്ടാവും, ഈ ഉണ്ടാവും. മുജ്തഹിദത്തുൻ, നല്ല കഠിനമായി അധ്വാനിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്, അവിടെയും കണ്ട ഈ നമ്മൾ പുരുഷനാക്കി മാറ്റുമ്പോൾ ആ നമ്മൾ ഒഴിവാക്കണം. ഉദാഹരണത്തിന് സ്വാലിഹിനെ കുറിച്ച് ഈ പാരാഫ് നമ്മളെ ബാസിമക്ക് പകരം എന്താക്കി മാറ്റുകയാണ്, സ്വാലിഹ് എന്ന് പറഞ്ഞ കുട്ടിയെ കുറിച്ച് എഴുതാൻ പോവാണ്. അപ്പോ സ്വാലിഹുൻ, ഇവിടെ ബാസിമ തോലിബത്ത് എന്നില്ലേ, സ്വാലിഹാവുമ്പോൾ എന്തു മതി, തോലിബുൻ എന്ന് മതി. ഇനി മുജ്തഹിദത്തുള്ളതിന് പകരം നമുക്ക് എന്തു മതി, മുജ്തഹിദുൻ എന്ന് മതി അല്ലെ, മുജ്തഹിദുൻ എന്ന് മതി. ഓക്കെ, മുജ്തഹിദുൻ എന്ന് മതി. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതേപോലെ ഇതിന്റെ ലാസ്റ്റിൽ ഷാക്കിറത്തുന്നുണ്ട്, ആ പെൺകുട്ടിയെ കുറിച്ച് പറയണം. അപ്പൊ അവിടെയും നമുക്ക് മാറ്റേണ്ടതുണ്ട്. ലാസ്റ്റിൽ വേണമെങ്കിൽ അവിടെ എത്തുമ്പോൾ പറയാം. ഓക്കെ, ഇനിയോ രണ്ടാമത്തെ മാറ്റം, സ്വാഭാവികമായിട്ടും ഈ പാരാഫിൽ ബാസിമ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയുന്നത് കൊണ്ട് ആ പാരാഫിൽ ഒരുപാട് സ്ഥലത്ത് അവളുടെ, അവൾ എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിന് ഏത് വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക, ഹിയ എന്നുള്ള വാക്കായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സ്വാലിഹായിട്ട് വെച്ചാൽ സ്ത്രീയെ കുറിച്ച് പറഞ്ഞ പാരഗ്രാഫ് പുരുഷനെ കുറിച്ചാക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവൾ, അവളുടെ എന്നുള്ളതിന് പകരം എന്താക്കണം, അവൻ എന്ന് കിട്ടണം. അപ്പൊ അത് ഹുവ എന്നാണ് ഇതിൽ യൂസ് ചെയ്യുക. അവിടെ നിങ്ങൾ അവിടെ വഹിയ എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഹുവ എന്ന് ഉപയോഗിക്കണം. വേറെ എവിടെയെങ്കിലും ഹിയ എന്നുണ്ടോ എന്ന് നോക്ക് കേട്ടോ, ഉണ്ടെങ്കിൽ നമ്മൾ അത് മാറ്റണം. അപ്പോൾ രണ്ടാമത്തെ ചേഞ്ച് എന്താണ്, ഹിയ എന്നതിനെ ഹുവയാക്കണം. ഇനി ഇത് പുരുഷനെ കുറിച്ച് പറഞ്ഞ പാരഗ്രാഫ് ഇങ്ങോട്ട് തിരിച്ചു മാറ്റുകയാണെങ്കിലോ ഹുവ എന്നുള്ളൊരു പറഞ്ഞാൽ ഹി ആക്കണം. ഈ രണ്ട് മാറ്റമാണ് രണ്ടാമത്തെ മാറ്റം. മൂന്നാമത്തെ മാറ്റം, ഇവിടെ സ്വാഭാവികമായിട്ടും അവളുടെ എന്ന് അർത്ഥം കിട്ടാൻ ഹ എന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഹ എന്ന്, അത് അവന്റെ എന്ന് കിട്ടാൻ നമ്മൾ എന്താക്കി മാറ്റണം, അതിനെ ഹു ആക്കി മാറ്റണം. ഇങ്ങനെ നോക്കാം നമുക്ക്. മിൻ ഉസ്രത്തി അസ്ലത്തി ജവ്വന്തി വസ്രിഹി ഗോവിന്ദൻ മിൻ മുദരിസിഹ, കണ്ടില്ലേ, മുദരിസിഹ എന്ന് കണ്ടില്ലേ. ഇത് നമ്മൾ എന്ത് ചെയ്യണം, മുദരിസിഹി എന്നാക്കണം അല്ലെ, ഹൂ എന്നല്ല, അത് സിഹിയ, ഹൂന്ന് പകരം അവിടെ മുദരിസി ഹി എന്നാക്കാം. നിങ്ങൾ ഹൂ എന്ന് ചെയ്താലും കുഴപ്പമില്ല. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് മൂന്നാമത്തെ മാറ്റം. എന്ത് ചെയ്യണം, ഹ എന്നുള്ളതിനെ ഹൂ ആക്കണം. ഹ എന്നുള്ള അവളുടെ എന്നാണ്, അത് ആ പുരുഷനാക്കി മാറ്റുമ്പോൾ അവന്റെ എന്ന് മീനിങ് കിട്ടാൻ ഹൂ ആക്കണം. ഇനി അടുത്ത മാറ്റം എന്താ, അടുത്ത മാറ്റം, എപ്പോഴും നമ്മൾ ഒരു വെർബ് എഴുതുമ്പോൾ ഫഅല എന്ന മോഡലുള്ള വെർബുകൾ എഴുതുമ്പോൾ അത് നോർമലി ഫഅല, ദഹബ, കതബ, ജലസ, ഇങ്ങനെ കുറെ വാക്കുണ്ടല്ലോ. ഇതൊക്കെ ഈ 3 അക്ഷരത്തിലുള്ള നോർമലി ഇങ്ങനെയാണ് വരിക, മാലി ആയിട്ടുള്ള വെർബുകൾ, ഫേളുകൾ വരിക. അത് ഇതേ സാധനം അത് ഗേൾ ആവുമ്പോൾ, സ്ത്രീ ആവുമ്പോൾ എന്ത് ചെയ്യും, അതിന് ഫഅലത്ത് എന്നാവും. ഫഅലത്ത് അവസാനം ഒരു എന്നുണ്ടാവും അല്ലെ. അവസാനം ഈ കണ്ടെങ്കിൽ മനസ്സിലാക്കാത്തത് എന്താണ്, അത് ഗേൾ ചെയ്യുന്ന വെർബാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ എന്ത് ചെയ്യണം, ഫഅലത്ത് എന്നായിരിക്കും എവിടെ ഉണ്ടാവുക,
ഈ മോഡൽ വെർബുകൾ ഫേലുകൾ ഉണ്ടാവുക. അത് നമ്മൾ എന്താക്കി മാറ്റണം? ഈ ത് ഒഴിവാക്കിയിട്ട് ഫഅല എന്നുള്ള മോഡലാക്കണം. ഒരു ഉദാഹരണത്തിന് നമ്മൾ ദറസ എന്നുണ്ടായിരുന്നില്ല, ദറസത്ത് എന്നാണ് ഉണ്ടാവുക, ദറസത്ത് എന്നുണ്ടാവും. ഇതിനെ പുരുഷന്റെ ആക്കി മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? ആ ത് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദറസ എന്ന് എഴുതണം അല്ലെ? ദറസ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ, ഇപ്പൊ ഇതിൽ നമുക്ക് നോക്കാം. ഹസലത്ത് കണ്ട, ഇത്ത് കണ്ടില്ല നിങ്ങള്? ഇത്ത് ഒഴിവാക്കിയിട്ട് ഇത് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഹസല എന്ന് എഴുതണം. ഓക്കെ, അതേപോലെ തന്നെ കണ്ടില്ല അർസലത്ത്. അപ്പൊ ഇത്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അർസല എന്ന് എഴുതണം അല്ലെ? അപ്പൊ ഇത്ത് ആരിലുണ്ടാവുക? അത് സ്ത്രീയെ കുറിച്ച് എഴുതുന്നതിലാണ് ഉണ്ടാവുക. അത് ഒഴിവാക്കിയിട്ട് വേണം പുരുഷനാക്കി മാറ്റാൻ. ഇനി വേറൊരു മാറ്റം കൊണ്ട് ഇതിൽ ഇല്ലാത്തൊരു ചെയ്യുന്നുണ്ട്. മുലാരി ആയിട്ടുള്ള, ഇത് മാലി ആയിട്ടുള്ള ഫീലുകളാണ്. 4 അക്ഷരം വരുന്ന യഫ് അലു എന്നുള്ള മോഡലിൽ വരുന്ന വാക്ക് യഫ് അലു, യദുറുസു അല്ലെ? ഇപ്പൊ യഫ് അലുവിന്റെ ഈ ദർസ എന്നുള്ളതിന്റെ മുലാരി എന്താ വരിക? യദുറുസു. തുടക്കത്തിൽ യാ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളുണ്ടോ? യദുറുസു അല്ലെ? ഇതേ സാധനം എന്ത് ചെയ്യുന്നു? ഇങ്ങനത്തെ വാക്കുകൾ അത് സ്ത്രീയിലേക്ക് വരുമ്പോൾ ഇവിടെ യഫ് അലു അല്ലേ, അതെന്താവും? യാക്ക് പകരം സ്ത്രീ ആവുമ്പോ തഫ് അലു താ ആവും, തഫ് അലു ആവും അല്ലെ? അപ്പൊ നമ്മൾ ഈ ഒരു പാരാഗ്രാഫിൽ കാണുന്ന സ്ത്രീയെ കുറിച്ച് എഴുതുന്നിടത്ത് തഫ് അലു, തക്തുബു, തദ്റുസു, തെജിലിസു എന്ന് കാണുകയാണെങ്കിൽ ആ തുടക്കത്തിലെ ഈ താ ഒഴിവാക്കിയിട്ട് അതിനെ പുരുഷനാക്കാൻ എന്ത് ചെയ്യണം? ഈ യാ ആക്കണം അല്ലെ? പുരുഷനിൽ ഈ യാ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ യദ്റുസു എന്നുള്ളതാണ് അല്ലെ, അത് സ്ത്രീയെ കുറിച്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മള് തദ്റുസു എന്നാക്കണം. ഓക്കെ, ഈ 5 മാറ്റങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പാരഗ്രാഫ് അടിപൊളിയായിട്ട് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ അതേപോലെ എടുത്ത് അതേപോലെ എഴുതിയാൽ മതി. വേറെ ഒന്നിലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ഇവിടെയും ഈ പാരാഗ്രാഫിൽ ഈ പെൺകുട്ടിയെ കുറിച്ച് തന്നെ പറഞ്ഞത് ഷാക്കിറത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? അവിടെ ഈത്ത് ഒഴിവാക്കി ഷാക്കിറൻ എന്ന് മതി. ഓക്കെ, അപ്പൊ ഇതായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. പക്ഷെ നിങ്ങൾ ഈ മാറ്റങ്ങൾ, ഈ ചേഞ്ചുകൾ എന്തൊക്കെയെന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ ഏത് പാരഗ്രാഫ് തന്നാലും എന്ത് ചെയ്യാൻ പറ്റും? അത് ചേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. മനസ്സിലാവാത്തവർ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഈ മാർക്ക് ഷുവറായിട്ട് ഉറപ്പിക്കുക. അടിപൊളിയിൽ പരീക്ഷയ്ക്ക് എഴുതാം. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.